എമ്പുരാന്റെ ബാക്കി ഭാഗം രാജ്കോട്ടിൽ മലയാളത്തിൽ വന്ന സ്റ്റൈലിഷ് ആക്ഷൻ സിനിമകളിൽ കേരളത്തിന് പുറത്ത് ഏറെ സ്വീകാര്യത നേടിയ സിനിമയാണ് ലൂസിഫർ. ലൂസിഫറിന്റെ കണ്ടിന്യൂഷൻ എന്നോണം ഷൂട്ടിംഗ് നടന്നു വരുന്ന എമ്പുരാന് ഇതിനോടകം വലിയ ഹൈപ്പാണുള്ളത്. ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചു വരുന്നത്. 250-ലധികം ആളുകളും വമ്പൻ സെറ്റുമാണ് ഗുജറാത്തിലെ ലൊക്കേഷനിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഗുജറാത്ത് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം മുംബൈ, ഹൈദരാബാദ്, ദുബായ് എന്നിങ്ങനെ പ്രധാന ലൊക്കേഷനുകളിലും ഷൂട്ടിംഗ് ഉണ്ടാകും. ഗുജറാത്ത് ഷെഡ്യൂൾ ഈ മാസം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്തും ഏതാനും ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാകും. നവംബറിൽ ഷൂട്ടിംഗ് പൂർത്തീകരിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം എമ്പുരാനിൽ മമ്മൂക്കയുണ്ടെന്നും അദ്ദേഹം എത്തുന്ന പോർഷൻസ് അതീവ രഹസ്യമായി പകർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പിതാവും അബ്രാം ഖുറേഷിയുടെ ഗോഡ് ഫാദറുമായൊരു മാസ് റോളിലാണ് മമ്മൂട്ടി എത്തുകയെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ. എന്നാൽ സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ അബ്രാം ഖുറേഷി എന്നത് 2 വ്യക്തികളാണെന്നും അതിൽ ലാലേട്ടന്റെ കഥാപാത്രം അബ്രാം ആണെന്നും ഖുറേഷി മമ്മൂക്കയുടെ റോളാകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊരു ചർച്ച ഉണ്ടാകാൻ കാരണം ലൂസിഫർ സിനിമയിലൊരു സീൻ തന്നെയാണ്. അബ്രാം ഖുറേഷി ഒരാളാണോ അതോ 2 ആണോ എന്നൊരു ചോദ്യവുമായി ഒരു പത്രക്കുറിപ്പ് ലൂസിഫറിലൊരു സീനിൽ കാണിക്കുന്നുണ്ട്. ഇരു താരങ്ങളും ഒരുമിച്ച് വരുന്നത് എല്ലാ മലയാള സിനിമാ പ്രേമികൾക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഏവരും ആഗ്രഹിക്കുന്നത് പോലെ മമ്മൂക്കയുടെ സാന്നിധ്യം എമ്പുരാനിൽ ഉണ്ടെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പരമാവധി അത് സസ്പെൻസ് ആക്കി വെക്കാനേ അവർ ശ്രമിക്കൂ. ഏതായാലും എമ്പുരാന്റെ റിലീസ് ദിനം തിയേറ്ററുകളിൽ വലിയ ഓളമുണ്ടാക്കും എന്നതിൽ സംശയമില്ല. അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.